ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങൾ വിരൽ കുടിക്കുന്നതിൻ്റെ കാരണം എന്താണ്, വിരൽ കൂടി മാറാനായി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മിക്ക കുട്ടികളിലും വിരൽ കുടിക്കുന്ന ശീലം കാണാറുണ്ട്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ തമ്പ് സക്ക് ചെയ്യുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളിൽ ഒരു വലിച്ചു കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വിരൽ സക്ക് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു സുരക്ഷിതത്വം ഒക്കെ അവർക്ക് ഫീൽ ചെയ്യാനും ഇങ്ങനെ വിരൽ സക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് സാധിക്കുന്നു. കുഞ്ഞുങ്ങൾ വിരൽ സക്ക് ചെയ്യുന്നത് കാണുമ്പോൾ മിക്കവരും അതിന് സമ്മതിക്കാതിരിക്കുകയും വിരൽ കുഞ്ഞിൻ്റെ വായിൽ നിന്നും തട്ടി മാറ്റാറൊക്കെയുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാതിരിക്കുക. കുഞ്ഞ് വിരൽ സക്ക് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ തടയാതിരിക്കുക. പ്രായം കൂടുന്തോറും കുഞ്ഞ് ഇത് തനിയെ നിർത്തുന്നതാണ്. ഒരു 3-4 വയസ്സ് വരെയൊക്കെ ചില കുട്ടികളിൽ തമ്പ് സക്കിങ് കാണാറുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് 4 വയസ്സൊക്കെ ആയിട്ടും തമ്പ് സക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് സീരിയസ് ആയി തന്നെ എടുക്കുകയും ഈ ശീലം മാറ്റേണ്ടതുമാണ്. കുഞ്ഞ് 4 വയസ്സിനൊക്കെ ശേഷവും വിരൽ സക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പല്ലുകൾ നിര തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. പല്ലൊക്കെ കൊണ്ടിട്ട് മുറിവ് വരാനും വിരലിൽ തൊലി പോവാനും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും ഒക്കെയുണ്ട്. 4 വയസ്സിന് ശേഷം കുഞ്ഞ് തമ്പ് സക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിർത്താനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. കുഞ്ഞിൻ്റെ വിരലിൽ കയ്പുള്ള, കുഞ്ഞ് കഴിച്ചാലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും പുരട്ടി കൊടുക്കുക. ഉദാഹരണത്തിന് ചെന്നിനായകമൊക്കെ പുരട്ടി നോക്കാം. പിന്നെ കുഞ്ഞിൻ്റെ വിരലിൽ ഇടുന്ന ടൈപ്പ് ക്യാപ്പൊക്കെ കിട്ടുന്നതാണ്. അവ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കുഞ്ഞ് വിരൽ കുടിക്കുന്നത് കുറച്ച് വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പേരിൽ കുഞ്ഞിനെ ഒന്ന് അഭിനന്ദിക്കാൻ ശ്രമിക്കുക. പിന്നെ അവർക്ക് ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാകും മുതിർന്നിട്ടും വിരൽ സക്ക് ചെയ്യുന്നത് തുടരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞിന് കൂടുതൽ ശ്രദ്ധയും കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് ടൈം ചെലവഴിക്കാനും നോക്കുക. പിന്നെ കുഞ്ഞിനോട് ഇങ്ങനെ വിരൽ സക്ക് ചെയ്യുന്നത് മോശമാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. 3 വയസ്സിന് ശേഷവും വിരൽ കുടിക്കുന്ന കുട്ടികളിലാണ് ഇവയൊക്കെ ചെയ്യേണ്ടത്. ചെറിയ കുഞ്ഞുങ്ങൾ വിരൽ കുടിക്കുന്നത് നോർമലാണ്. അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കുകയോ അത് മാറാനായി ഒന്നും ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.